അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. പാച്ച് വർക്കിൻ്റെ നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള ടേബിൾ മാറ്റാണ് ഉണ്ടാക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളാണ് വേണ്ടത്. അത് നമുക്ക് ഈ ഒരു രീതിക്ക് നീളത്തിൽ 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. ചെറുതും വലുതുമായിട്ടുള്ള തുണികൾ ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൺ തുണിയാണ്. ഇനി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നോൺ വൺ ഫാബ്രിക് ആണ്. അത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കട്ടിയുള്ള ഏത് തുണി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 18 ഇഞ്ചിലും വീതി എടുത്തിട്ടുള്ളത് 13 ഇഞ്ചിലുമാണ്. ഇനി മാർക്ക് ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മളിത് ഒരു തുണിയിൽ സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 4x4 കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മൾ താഴത്തെ തുണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു സ്ക്വയർ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തതിന് ഒരു പീസ് തുണി എടുത്തിട്ട് സ്ക്വയർ പീസിൻ്റെ ഒരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്ക്വയർ പീസിൻ്റെ ഒരരികു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പിനോട് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു തുണി ഇതുപോലെ നിവർത്തി വയ്ക്കുക. ഇനി രണ്ടാമത്തെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നിവർത്തി വെച്ച തുണിയുടെ ഒരറ്റത്തു നിന്നായിട്ട് വേണം ഇതുപോലെ രണ്ടാമത്തെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ഭാഗം ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പീസ് തുണി ഇതുപോലെ നിവർത്തി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ അരികു ഭാഗം സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നിവർത്തി വെച്ച തുണിയുടെ ഒരറ്റത്തു നിന്നായിട്ട് ഈ ഒരു രീതിക്ക് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം നമുക്ക് സ്ക്വയർ ഷേപ്പിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ തുണി നിവർത്തി വയ്ക്കാം ഫ്രണ്ടിലേക്കായിട്ട്. അതിനുശേഷം നാലാമത്തെ അരികു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെതാ നാലാമത്തെ അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു തുണിയിൽ ബാക്കി വരുന്ന ഭാഗത കട്ട് ചെയ്ത് മാറ്റിയിട്ട് തുണി ഇതുപോലെ നിവർത്തി വയ്ക്കുക. ഇപ്പം നമ്മൾ ഒരു സ്ക്വയർ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അരികു ഭാഗത്തു നിന്നായിട്ട് അടുത്തൊരു പീസ് തുണി നമുക്ക് ഇതുപോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. എന്നിട്ട് ആ ഒരു അറ്റത്ത് എത്തുന്ന സമയത്ത് ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അതേ അളവിൽ തന്നെ തുണി കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് നിവർത്തി വെച്ചിട്ട് അവിടുന്ന് തന്നെ അടുത്തൊരു അരികു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതേ രീതിക്ക് തന്നെ 4 അരികു ഭാഗങ്ങൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ ഓരോ സ്ക്വയറുകളും സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു വൈറ്റ് കളർ തുണി ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം ഫുള്ളായിട്ട് തന്നെ ഓരോ സ്ക്വയർ സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് 4 കോർണർ ഭാഗങ്ങളാണ്. അത് നമുക്ക് ചെറിയ പീസ് തുണികൾ ഉപയോഗിച്ചിട്ട് സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിതാ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള 3 കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു തുണി ഉണ്ടല്ലോ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളത്, ആ ഒരു തുണിയുടെ 4 അരികു ഭാഗത്തൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അങ്ങനെ 4 അരികു ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തേക്കായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് മാറ്റണം.
അപ്പോൾ നമ്മൾ 4 അരികു ഭാഗത്തുനിന്നുമായിട്ട് ആ ഒരു രീതിക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനിതാ അടുത്തതായിട്ട് നീളത്തിലുള്ള 4 പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 3 ഇഞ്ച് വീതിയോ 4 ഇഞ്ച് വീതിയിലോ എടുക്കാം കേട്ടോ. ഞാൻ അളവൊന്നും നോക്കിയിട്ടില്ല. ഇനി നമുക്ക് മാറ്റിൻ്റെ 4 അരികു ഭാഗങ്ങളും ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി മാറ്റിൻ്റെ ബാക്ക് സൈഡ് ഫ്രണ്ടിലേക്ക് എന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മാറ്റിൻ്റെ ഒരു അരികു ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണിയിൽ നിന്ന് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഒരു തുണി ഇതുപോലെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ചിട്ട് മാറ്റ് ഫ്രണ്ട് സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു തുണി ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം. വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ദാ ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇനി ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഒരു സൈഡിലെ ബോർഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ബോർഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണി ഇതാ ഈ ഒരു രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക. അരികിലേക്കായിട്ട് അടുത്തൊരു പീസ് തുണി വെച്ച് കൊടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. സെയിം രീതിയിൽ തന്നെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ദാ നമ്മൾ 4 ബോർഡർ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇട്ടുള്ളത്. നമ്മുടെ ടേബിൾ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വേസ്റ്റ് തുണി ഉപയോഗിച്ചിട്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള ടേബിൾ മാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ മാറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ 1-2 ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒരു ഹാർട്ടെങ്കിലും തന്നറിയിക്കുക. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.